ബജറ്റിൽ കേരളത്തിന്റെ ദീർഘകാല സ്വപ്നമായ എയിംസ് ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് രാഷ്ട്രീയ കേരളത്തിൽ വാദപ്രതിവാദങ്ങൾ മുറുകുകയാണ്. കേന്ദ്ര സഹമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപിയെ ലക്ഷ്യം വെച്ച് മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ M.M. മണി നടത്തിയ പരിഹാസമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയായിരിക്കുന്നത്. സുരേഷ് ഗോപി മുൻപ് നടത്തിയ ഒരു വിവാദ പ്രയോഗത്തെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ടാണ് M.M. മണി രംഗത്തെത്തിയത്. എയിംസ് എവിടെ മറ്റേ മോനെ എന്നാണ് ചോദിക്കേണ്ടത്. എന്നാൽ ഇന്ന് നിങ്ങളുടെ ദയനീയതയ്ക്കൊപ്പമാണ് ഞങ്ങൾ എന്ന മണിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വൈറലായി മാറി. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയും ഭരണപക്ഷത്തെ പ്രമുഖരുടെ അവകാശവാദങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഈ പരിഹാസത്തിലൂടെ M.M. മണി തുറന്നു കാട്ടിയത്. ഈ വിവാദത്തിന്റെ വേരുകൾ കിടക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് തൃപ്പൂണിത്തുറയിൽ നടന്ന ഒരു ചടങ്ങിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗത്തിലാണ്. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുമെന്ന ഉറച്ച വിശ്വാസം പ്രകടിപ്പിക്കുന്നതിനിടെ കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ എന്ന അധിക്ഷേപകരമായ ശൈലിയിലുള്ള പരാമർശം അദ്ദേഹം നടത്തിയിരുന്നു. എയിംസ് വരുന്നത് ആരെയൊക്കെയോ ഭയപ്പെടുത്തുന്നുണ്ടെന്നും അങ്ങനെയുള്ളവർ ആ ഭയത്തിൽ തന്നെ മുങ്ങി മരിക്കട്ടെ എന്നും അന്ന് അദ്ദേഹം വെല്ലുവിളിച്ചിരുന്നു. രാഷ്ട്രീയ എതിരാളികളെയും വിമർശകരെയും ലക്ഷ്യമിട്ടായിരുന്നു സുരേഷ് ഗോപിയുടെ അന്നത്തെ ആ പ്രസ്താവന. എന്നാൽ 2026 കേന്ദ്ര ബജറ്റ് പുറത്തു വന്നപ്പോൾ കേരളത്തിന്റെ പേര് എയിംസ് പട്ടികയിൽ എങ്ങും കാണാതിരുന്നതോടെ സുരേഷ് ഗോപിയുടെ പഴയ വാക്കുകൾ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാവുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് ഇടത് നേതാക്കളും കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമ്പോഴാണ് M.M. മണി തന്റെ തനതായ ശൈലിയിൽ സുരേഷ് ഗോപിക്കെതിരെ തിരിഞ്ഞത്. കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനം ഉണ്ടായിട്ടും കേരളത്തിന് അർഹമായത് നേടിയെടുക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞില്ലെന്ന വിമർശനമാണ് മണി ഉയർത്തുന്നത്. വലിയ അവകാശവാദങ്ങൾ മുഴക്കി എതിരാളികളെ അധിക്ഷേപിച്ചവർക്ക് ഇപ്പോൾ മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യം വന്നതിനെയാണ് ദയനീയത എന്ന് മണി വിശേഷിപ്പിച്ചത്. സാധാരണക്കാരന്റെ ഭാഷയിൽ മറുപടി പറയുന്ന മണിയുടെ ഈ ശൈലി സൈബർ ഇടങ്ങളിൽ വലിയ സ്വീകാര്യതയാണ് നേടുന്നത്. കേരളം എയിംസിനായി കോഴിക്കോട് കിനാലൂരിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വരെ പൂർത്തിയാക്കി കാത്തിരിക്കുകയായിരുന്നു. വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം നോക്കരുതെന്ന് കേരളം നിരന്തരം ആവശ്യപ്പെടുമ്പോഴും രാഷ്ട്രീയ കാരണങ്ങളാൽ സംസ്ഥാനത്തെ തഴയുകയാണെന്ന് ഇടതുമുന്നണി ആരോപിക്കുന്നു. സുരേഷ് ഗോപിയെ പോലെ വലിയ വാഗ്ദാനങ്ങൾ നൽകുന്ന കേന്ദ്രമന്ത്രിമാർ കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് സ്ഥാപിക്കാനാണ് M.M. മണിയും സംഘവും ശ്രമിക്കുന്നത്. സഭ്യതയുള്ള അതിരുകൾ ലംഘിച്ചുള്ള സുരേഷ് ഗോപിയുടെ അന്നത്തെ പ്രയോഗം ഇപ്പോൾ ബി.ജെ.പിക്ക് തന്നെ വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. ബജറ്റിൽ കേരളം പൂർണ്ണമായും അവഗണിക്കപ്പെട്ടതോടെ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വവും പ്രതിരോധത്തിലായിട്ടുണ്ട്. എയിംസ് ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ കേരളത്തിലേക്ക് എത്തിക്കുമെന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്ന നേതാക്കൾക്ക് ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരണം നൽകേണ്ടി വരികയാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ പ്രതിപക്ഷവും സർക്കാരും കേന്ദ്രത്തിനെതിരെ കൈകോർക്കുമ്പോൾ M.M. മണിയുടെ ഈ പരിഹാസം രാഷ്ട്രീയമായ ഒരു മൂർച്ചയുള്ള ആയുധമായി മാറിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിയുടെ ദയനീയ അവസ്ഥയെ ഓർത്ത് സഹതപിക്കുന്നു എന്ന് പറയുന്നതിലൂടെ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രസക്തിയെ കൂടിയാണ് മണി ചോദ്യം ചെയ്യുന്നത്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒരു വശത്ത് നടക്കുമ്പോഴും കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ഈ ബജറ്റ് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. എയിംസ് എന്ന പ്രതീക്ഷ പൊലിഞ്ഞതോടെ വരും ദിവസങ്ങളിൽ സുരേഷ് ഗോപിയും ബി.ജെ.പിയും കൂടുതൽ കടന്നാക്രമണങ്ങൾക്ക് വിധേയരാകുമെന്നത് ഉറപ്പാണ്. ജനാധിപത്യപരമായ സംവാദങ്ങളിൽ മാന്യമായ ഭാഷ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യവും പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു.